ആ സ്കൂളിലെ അധ്യാപകരും പിയൂണും വിദ്യാർത്ഥികളും എല്ലാം സന്തോഷിച്ചു. ഇന്നത്തോടുകൂടി ആ ദേഷ്യക്കാരനായ പ്രിൻസിപ്പാളിൻ്റെ ശല്യം തീരുമെന്ന്. കറക്റ്റ് സമയത്തിന് ഫയൽ എത്തിച്ചു കൊടുക്കാത്തത് കൊണ്ട് താൻ റിട്ടയർഡ് ആകുന്ന അവസാന ദിവസവും പിയൂണിനെ ആ പ്രിൻസിപ്പാൾ വഴക്കു പറഞ്ഞു. ആ പിയൂൺ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു പിയൂണിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നെങ്കിലും ഇയാൾക്കെത്തി ദേഷ്യപ്പെടാതെ ഇരുന്നുകൂടെ. അങ്ങനെ പ്രിൻസിപ്പാളിൻ്റെ വിടവാങ്ങൽ ചടങ്ങ് സമയമെത്തുകയും അത് നടക്കുകയും ചെയ്യുന്നു. ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ പ്രിൻസിപ്പാൾ ദേഷ്യത്തിൽ പറയുന്നു, എല്ലാം കഴിഞ്ഞില്ലേ, കുട്ടികളും സാറുമാരും പോയി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യൂ. ഓരോരോ അനാവശ്യ ചടങ്ങുകൾ. അവർക്കെല്ലാവർക്കും വളരെ വിഷമമാകുന്നു. പ്രിൻസിപ്പാൾ ഈ സമയത്തും അവരെ വഴക്ക് പറഞ്ഞതിന്. ഇതിനുശേഷം ആ സ്കൂളിലെ പിയൂണും കുട്ടികളും അധ്യാപകരും അവരവരുടെ സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ ഇവരെല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ വില കൂടിയ ഓരോരോ ഗിഫ്റ്റുകൾ എല്ലാവർക്കും ആരോ മേടിച്ചു വച്ചിരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, ആ പ്രിൻസിപ്പാൾ ആയിരുന്നു. ആ ഗിഫ്റ്റുകളുമായി പ്രിൻസിപ്പാളിൻ്റെ അടുത്തേക്ക് അവരെത്തി. പ്രിൻസിപ്പാൾ പറഞ്ഞു, റിട്ടയർഡ് ആയതിൻ്റെ പ്രോവിഡന്റ് ഫണ്ട് ലഭിച്ചു, ഇത്രയും കാശ് എനിക്കെന്തിനാണ്? ഇത് പറഞ്ഞിട്ട് അയാൾ സ്വയം വിങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ആ സ്കൂളിലെ എല്ലാവരും മനസ്സിലാക്കുന്നത് അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന്.